ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പാവയ്ക്കത്തീയിലായാലോ? ഞാൻ ആദ്യം കുറച്ചെന്ന് പറഞ്ഞാൽ പകുതി പാവയ്ക്ക, ഒരു 2 പച്ചമുളക്, ഒരു സവോള, കുറച്ച് കറിവേപ്പില, കുറച്ച് വാളംപുളി നമുക്ക് ഇതിന് വേണം. അതിനാവശ്യമായ വാളംപുളി എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ പൊട്ടിക്കുന്നില്ല. കടുക് നമുക്ക് പാവയ്ക്കത്തീയിലൊക്കെ ആയതിനു ശേഷം കടുക് പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. പാവയ്ക്ക ഇട്ട് കൊടുത്തു. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പാവയ്ക്ക എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പാവയ്ക്ക പൊതുവേ തോരനും മെഴുക്ക് പുരട്ടിയും തീയിലും ഒക്കെ കൂട്ടാൻ എല്ലാവർക്കും മടിയാണ്, കയ്പ്പ് കാരണം. പക്ഷേ എനിക്കിഷ്ടമാണ്. പാവയ്ക്ക തീയിലുണ്ടെങ്കിൽ അത് മാത്രം മതി ചോറുണ്ണാൻ. പാവയ്ക്കകത്തുനിന്ന് ഒരു അര ഗ്ലാസ് പോലും വെള്ളം എടുത്തില്ല, നമ്മൾ ഒഴിച്ചു പാവയ്ക്കൊന്ന് വേവാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പ് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് തേങ്ങ തീയിലിന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ വറുത്ത് കൊടുക്കാം. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് മൂത്ത് വരട്ടെ. മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ മൂത്ത് വരുന്നതിൻ്റെ, തേങ്ങയും ഒക്കെ കൂടി മൂത്ത് വരുന്നതിൻ്റെ മണം നമുക്ക് വരും. അതിനുശേഷം പാവയ്ക്കൊക്കെ വെള്ളമൊക്കെ വറ്റി റെഡിയായി ഇരിപ്പുണ്ട്. കണ്ടോ? കറക്റ്റ് പാകം ആയിട്ടുണ്ട്. അതിനിടെ ഞാൻ വാളംപുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുത്തു പാവയ്ക്കയിലൊക്കെ ചേർത്ത് കൊടുത്തു, നന്നായി യോജിപ്പിച്ച് കൊടുത്തു. നന്നായി പിടിക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളിയൊക്കെ ഞാൻ ചേർത്തായിരുന്നേ, അത് കാണിക്കാൻ വിട്ടുപോയി. വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്തു. ഇനി ഇത് വറ്റണം. ഇത്രയും വെള്ളം അല്ല, ഇതിനോട് കുറച്ചുകൂടെ വെള്ളമൊക്കെ കുറയും. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. പാവയ്ക്കൊക്കെ നല്ല റെഡിയായി വരുന്നുണ്ട്. ഇപ്പുറത്ത് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ. വൈകിട്ടാകട്ടോ ഇത് വെക്കുന്നത് പാവയ്ക്കത്തീയിലെ. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. നല്ലൊരു മണം വരുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇത്രയും ഇത് വേണം കേട്ടോ, ചാറ് വേണ്ട കൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. കടുക് പൊട്ടിച്ചതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തു. നമ്മുടെ പാവയ്ക്കത്തീയിൽ ഇവിടെ തയ്യാറായി. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ, എനിക്ക് ഏറ്റവും എളുപ്പം തീയിൽ വെക്കാൻ, അതിലും പാവയ്ക്കത്തീയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പാവയ്ക്കത്തീയിലാണ്. ചോറും കൂടി